ഹലോ ഗൈസ്, എല്ലാവർക്കും വലിയ സ്റ്റോക്ക് ട്രെയിനിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് പ്രീവിയസ് ഡേ നിഫ്റ്റി 50യുടെ 5 മിനിറ്റ് ചാർട്ടാണ്. ഇന്ന് ഡേറ്റ് വരുന്നത് 14th. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ മൂവ്മെൻറ്റ് ഞാൻ ഇപ്പോൾ റീപ്ലേ ഓപ്ഷൻ വെച്ച് കാണിക്കാൻ പോവാണ്. ഇതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഇന്ന് ടോട്ടലി നടന്നിട്ടുള്ളത് ഒരു മാനിപ്പുലേറ്റീവ് മാർക്കറ്റ് കണ്ടീഷൻ ആയിരുന്നു. ഇന്ന് ആരൊക്കെ ട്രേഡ് ചെയ്തിട്ടുണ്ടോ അവർക്ക് അറിയാൻ പറ്റും. എല്ലാവരും തന്നെ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ. അപ്പോൾ ഇവിടെ ഞാൻ ആ ഒരു ലെവൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാണ്. നമുക്കറിയാം ക്ലോസിങ്ങും അതുപോലെ തന്നെ ഓപ്പൺ പ്രൈസും അടുത്ത ദിവസത്തേക്ക് നല്ല രീതിയിലൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള ആ റീജിയനിലായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ലിക്വിഡിറ്റി വരുന്നത് ഏകദേശം ഈ ഒരു ലെവലിലാണ്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ള മൂവ്മെൻറ്റ് നമുക്ക് ജസ്റ്റ് നോക്കാം. നമുക്കിവിടെ നോക്കിയാൽ കാണാം ഏകദേശം ഒന്ന് ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം ടോപ്പിൽ വന്നിട്ട് നമ്മുടെ ആ ഒരു ലിക്വിഡിറ്റി എടുക്കുന്നുണ്ട്. അതായത് ഇവിടെ കുറേ പേര് ഓർഡേഴ്സ് ഉണ്ടാവും, അതെല്ലാം അവർ സ്ക്വീസ് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നീടുള്ള മൂവ്മെൻറ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നടന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്തു. ഇനി നെക്സ്റ്റ് മാർക്കറ്റ് മൂവ് ചെയ്യാൻ പോകുന്നത് അടുത്ത ലിക്വിഡിറ്റി ഉള്ള സ്ഥലത്തേക്കായിരിക്കും. അപ്പോൾ അത് വരുന്നത് നമുക്ക് ഇതിൻ്റെ ലോയിലാണ്. അതായത് പ്രീവിയസ് ഡേ ലോയിൽ നമുക്ക് നല്ല രീതിയിൽ ലിക്വിഡിറ്റി ഉണ്ട്. കുറേ പേര് ഇവിടെ ലോങ് പൊസിഷൻസ് എടുത്തിട്ടുണ്ടാകും സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട്. അപ്പോൾ കുറേ ഓർഡേഴ്സ് ഇവിടെ ക്ലസ്റ്ററായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് പ്ലെയേഴ്സിന് അവരുടെ ഓർഡേഴ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഈ ഒരു സംഭവം ഉപയോഗിക്കും. അതായത് മാർക്കറ്റിനെ പുഷ് ചെയ്ത് ആ റീജിയനിലേക്ക് എത്തിക്കും. എന്നിട്ട് ഇവിടെ ഓർഡേഴ്സ് നമുക്ക് എടുക്കുന്നതാണ്. ക്ലീൻ ആയിട്ട് അതിന് താഴെയുള്ള സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും ആ ഒരു പ്രൈസ് റിജക്ഷൻ നിങ്ങൾ കാണാം. നല്ല രീതിയിൽ പ്രൈസ് റിജക്ഷൻ വരുന്നു. കാരണം ഓർഡേഴ്സ് എടുക്കുന്നതുകൊണ്ടാണ് ആ ഒരു റിജക്ഷൻ വരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്കിവിടെ നോക്കിയാൽ കാണാം ഇവിടെ ഒരു ലെവൽ വന്നിട്ടുണ്ട്. കാരണം ഇവിടെ ഹൈ മേഡ് ചെയ്തുകൊണ്ട് തന്നെ കുറേ പേര് മാർക്കറ്റ് നല്ല ഡൗൺ സൈഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറേ പേര് ഷോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ക്യാൻഡിൽ മേ ബി ഷോർട്ട് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് സ്റ്റോപ്പ് ലോസ് ഇതിനെ എബോവ് ആയിരിക്കും വയ്ക്കുന്നല്ലേ. അപ്പോൾ ബാക്കി എന്താ സംഭവിച്ചത് നോക്കാം. കറക്റ്റായിട്ട് വന്ന് നമ്മുടെ ആ ഒരു സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടുണ്ട്. കാരണം ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ കുറേ പേര് ഷോർട്ട് ചെയ്തു. ഇവിടെ ബൈ ഓർഡേഴ്സ് ഇട്ടു. ബൈ ഓർഡേഴ്സ് മൊത്തം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ലിക്വിഡിറ്റി വരുന്നത് പ്രീവിയസ് ലോ. അതായത് പ്രീവിയസ് ലോ നമുക്ക് ഇപ്പോൾ ഇവിടെയാണ് വരുന്നത്. നമ്മുടെ ഇവിടുത്തെ ലിക്വിഡിറ്റി ഹണ്ട് നടന്നു. ഇനി നെക്സ്റ്റ് കുറേ പേര് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായും ഇവിടെ ആയിരിക്കും. അപ്പോൾ അവിടത്തുള്ള മൂവ്മെൻറ്റ് നമുക്ക് നോക്കാം. കറക്റ്റായിട്ട് വന്നിട്ട് നമ്മുടെ ആ നെക്സ്റ്റ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. അത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ്. പിന്നെയുള്ള മൂവ്മെൻറ്റ് നോക്കാം. പിന്നെ നെക്സ്റ്റ് ഗ്രീൻ ക്യാൻഡിൽ വരുന്നു, വീണ്ടും മുകളിലോട്ട് പോകുന്നു. സോ ഇന്ന് ടോട്ടലി നടന്നിട്ടുള്ളത് ഒരു മാനിപ്പുലേറ്റീവ് മാർക്കറ്റ് ആയിരുന്നു. ഞാൻ ആക്ച്വലി ഈ ഒരു 2 സ്റ്റോപ്പ് ലോസ് എടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് മൊത്തം ഓപ്പറേറ്റേഴ്സാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഓവർ ട്രേഡ് ചെയ്യാൻ നിന്നില്ല. ജസ്റ്റ് ഒന്ന് ഓപ്ഷൻസ് സെല്ല് ചെയ്തിരുന്നു. പക്ഷേ ഓപ്ഷൻ സെല്ലിങ്ങിലായാലും ഇന്ന് നല്ലൊരു ദിവസമായിരുന്നില്ല. ഐ വി ഒക്കെ വളരെ കുറവായിരുന്നു. വിചാരിച്ചൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായില്ല. പൊസിഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഏകദേശം ഒരു 1391 ആണ് ഇന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. നമ്മൾ ചെറിയ ക്വാണ്ടിറ്റീസാണ് എടുത്തിട്ടുള്ളത്. സെല്ല് ചെയ്തെല്ലാം 75-25 ഒക്കെയാണ്. പിന്നെ ഇത് ഹെഡ്ജ് ചെയ്ത പൊസിഷനായിരുന്നു. ഓക്കെ, ലാസ്റ്റ് ഒരു മാനിപ്പുലേഷൻ നടന്നു. അത് ഒട്ടും പ്രഡിക്റ്റബിൾ ആയിരുന്നില്ല. നമുക്ക് പുതിയൊരു ലോ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ. പിന്നെ കുറേ പേര് ഈ ഒരു ക്യാൻഡിലിൽ ബൈ ചെയ്തിട്ടുണ്ടാവും. കാരണം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ കാണുന്നതുകൊണ്ട് കുറേ പേര് ഇവിടെ വാങ്ങിച്ചിട്ടുണ്ടാവും. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലെവലിലായിരിക്കും വെച്ചിരിക്കുന്നത്. കറക്റ്റായിട്ട് ആ ലോ വന്ന് നമുക്ക് എടുക്കുന്ന കാണാം. കറക്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ലോ ഇവിടെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇവിടെയാണ് ആ ലോ വരുന്നത്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ താഴെയുള്ള സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് മാർക്കറ്റ് ഒറ്റയടിക്ക് പുഷ് ചെയ്യാണ് മുകളിലോട്ട്. ഇനി മുകളിലുള്ള ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഇവിടെയാണ്. പക്ഷേ ഇന്നത്തെ ദിവസം അത് എടുത്തിട്ടില്ല. അപ്പോൾ നാളെ എന്തായാലും അത് എടുക്കുന്നതായിരിക്കും. നമുക്ക് ലാസ്റ്റായിട്ട് വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ മാർക്കറ്റ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു. അതായത് ഇന്ന് ടോട്ടലി നമുക്കൊരു ഡയറക്ഷണൽ ട്രേഡ് കിട്ടിയിട്ടില്ല. ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് എടുക്കൽ മാത്രമാണ് ഇന്നത്തെ ദിവസം ഉണ്ടായുള്ളൂ. അപ്പോൾ ഇത്തരം മാർക്കറ്റിൽ നമുക്ക് വിചാരിച്ച പോലെ മൂവ്മെൻറ്റ് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവും. നമ്മൾ ഓവർ ട്രേഡ് ചെയ്യും. എല്ലാ പൈസയും നമ്മൾ കളയാറുണ്ട്. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാറിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല. നമ്മൾ ആക്ച്വലി ഒരു ഡയറക്ഷൻ ട്രേഡ് വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. പക്ഷേ ഇതിങ്ങനെ ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം ലോസ് കുറയ്ക്കാൻ നോക്കുക. അതായത് എല്ലാ ദിവസവും നമുക്ക് പ്രോഫിറ്റ് കിട്ടില്ല. നമ്മൾ ലോസ് കുറച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ ട്രെൻഡിങ് ആണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ പൊസിഷൻ എടുക്കാൻ നോക്കാം. അപ്പോൾ അതുപോലെ നിങ്ങളെല്ലാവരും മാക്സിമം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ.